കൊല്ലത്ത് എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സംഘത്തെ പിടികൂടി. നാട്ടുകാരാണ് ഇവരെ പിടികൂടിയത്. കൊല്ലം പുതിയകാവ് എസ്.എഫ്.പി റോഡ് അരികിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന കടയിലാണ് സംഭവം. 2 ആഴ്ചയായി ഈ കട ഇങ്ങനെ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇവിടെ നിന്നുള്ള പലഹാരങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ വിറ്റിരുന്നത്. എണ്ണയിലേക്ക് പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിക്കുന്നത് കണ്ട നാട്ടുകാരനാണ് ദൃശ്യങ്ങൾ ആദ്യം പകർത്തിയത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഉരുകിയ പ്ലാസ്റ്റിക് കവറുകളും എണ്ണയും കണ്ടെടുത്തു. കട ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചു വരുന്നത് എന്ന് കണ്ടെത്തി. തുടർന്ന് സാധനങ്ങളെല്ലാം കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥർ കട അടപ്പിച്ചു. വന്നപ്പോൾ പ്ലാസ്റ്റിക് ഉരുക്കി ഭക്ഷണത്തിനോടൊപ്പം ചേർക്കുന്നതായിട്ടാണ് കണ്ടത്. എണ്ണയ്ക്കകത്ത് സർക്കാരിൻ്റെ കർശന വ്യവസ്ഥയുള്ളതാണ്. ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് കോർപ്പറേഷൻ അറിയിക്കണം. ഹോട്ടലുകളൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് മറ്റ് സംരംഭങ്ങൾ, സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് സംരംഭങ്ങൾ നമ്മൾ ഒരുപാട് ഇളവ് ഗവൺമെൻറ് സർക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഒരു സീരിയസ് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കണമെന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ലൈസൻസ്, ഹെൽത്ത് കാർഡില്ല, വാട്ടർ സാമ്പിൾ ഇല്ല, ലൈസൻസും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ കട പൂട്ടാനായിട്ടാണ് ഇവർക്ക് നോട്ടീസ് കൊടുക്കുന്നത്. പൂട്ടാൻ മാത്രമല്ല, പ്രോസിക്യൂഷൻ അടക്കമുള്ള ക്രിമിനൽ നടപടികളും തുടങ്ങാനായിട്ട്